കടൽ മണൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ആദ്യഘട്ടത്തിലുള്ള പ്രതിഷേധമാണ് കൊല്ലത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നോടിയായിട്ട് ഫിഷറീസ് കോർഡിനേറ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള TN പ്രതാപൻ, മുൻ MP ആണ്, അദ്ദേഹം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അവരുടെ രീതികൾ, ഈ തുടർ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ കോർഡിനേഷൻ കമ്മിറ്റി അത് ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇന്നൊരു പ്രതിഷേധം ആരംഭിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് തന്നെ ആരംഭിക്കാൻ കാര്യം 3 പ്രധാന ബ്ലോക്കുകൾ കൊല്ലത്താണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ ഒരു രീതി, കാര്യങ്ങൾ? കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ബ്ലൂ എക്കണോമി നയത്തിന്റെ ഭാഗമായി 2023 ആഴക്കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട നയം ഉണ്ടാക്കുകയുണ്ടായി. ആ നയത്തിന്റെ ഭാഗമായി തീരക്കടലിൽ നിന്നും ആഴക്കടലിൽ നിന്നും പുറംകടലിൽ നിന്നും 3 സ്ഥലത്തുനിന്നും ധാതുക്കളും മണലും ഖനനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി റൂൾസും ഉണ്ടാക്കി. ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ 17-ാം തീയതി ടെൻഡർ സബ്മിറ്റ് ചെയ്യാം. 27-ാം തീയതി ടെൻഡർ അപ്രൂവ് ചെയ്യുകയാണ്. വളരെ വേഗതയിലാണ്. അദാനി, അംബാനി ഉൾപ്പെടെയുള്ള എല്ലാ കോർപ്പറേറ്റ് മുതലാളിമാരും ഇതിനു വേണ്ടി പ്രത്യേകമായും കമ്പനികൾ തന്നെ രൂപീകരിച്ചു. ആവശ്യമായ മണൽ ഖനനം ചെയ്യാൻ വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിയതായി ഇത് മാധ്യമങ്ങളിൽ വാർത്ത വന്നു. അപ്പൊ ഇത് ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെ ഇപ്പൊ പറയുന്നത് ഇത് വർഷങ്ങൾക്ക് മുൻപ് ഇതിന്റെ ഒരു പ്ലാനിങ് തുടങ്ങി എന്നുള്ള കാര്യമാണ് പലരും സംശയമായിട്ട് പറയുന്നത്. അതെ. അതുകൊണ്ടാണ് ബ്ലൂ എക്കണോമി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തൊരു ഓമനത്തുള്ള പേരാ. നീല സമ്പദ് വ്യവസ്ഥ എല്ലാവരും ധരിക്കും മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടി. അല്ല, RSS സംഘപരിവാർ ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കടലിലെ സമ്പത്ത് എങ്ങനെയെങ്കിലും കൊള്ളയടിച്ച് കോർപ്പറേറ്റുകൾ കൊടുക്കാന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചു. കേരളത്തിൽ പ്രത്യേകിച്ചും നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് 5 സ്ഥലങ്ങളാണ്. ഒന്ന് കൊല്ലം പരപ്പ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബാധിക്കും. പിന്നീട് ചാവക്കാട്, പിന്നീട് പൊന്നാനി. അങ്ങനെ 5 സ്ഥലത്തായിരുന്നു. കൊല്ലം പരപ്പിൽ കൊല്ലം തെക്ക്, കൊല്ലം വടക്ക് ഉൾപ്പെടും. കൊല്ലം പരപ്പിന് പ്രത്യേകത ഉണ്ട്. അതിനെ കൊല്ലം ബാങ്ക് എന്ന് പറയും, ഫിഷ് ബാങ്ക് എന്ന് പറയും. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട 27 ഫിഷ് ബാങ്കുകളിൽ ഒന്നാണ് കൊല്ലം പരപ്പ്. 2 അടി ചെളിയുണ്ട് ഇവിടെ. ഈ 2 അടി ചെളിയിലാണ് എല്ലാ മത്സ്യങ്ങളും പ്രജനനം നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ മത്സ്യങ്ങൾ ഏറ്റവും കൂടുതലും എല്ലാത്തരം മത്സ്യം കിട്ടുന്ന സ്ഥലം ഈ കൊല്ലം പരപ്പിൽപ്പെട്ട ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം മേഖലയിലാണ്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അതെല്ലാം ഇല്ലാതാകലോ? ഇപ്പൊ തന്നെ അറിയാം, ഈ ചൂട് കൂടിയത് കാരണമൊക്കെ മത്സ്യസമ്പത്ത് വളരെയധികം കുറഞ്ഞു നിൽക്കുകയാണ്. ഇത് മത്സ്യമേഖലയുടെ മരണമണിയാണ് ഈ നയം. കടൽ കുത്തിപ്പൊളിക്കാൻ പോവാണ്. കടൽ കുത്തിപ്പൊളിക്കുമ്പോൾ എന്തുണ്ടാവും? കടൽ കുത്തിപ്പൊളിക്കുമ്പോൾ കടലിലെ എല്ലാ പാരിസ്ഥിതികാവസ്ഥയും തകരും, മത്സ്യങ്ങളില്ലാതായി മാറും. മാത്രമല്ല, ഈ ചെളി അളക്കുമ്പോൾ അതിൽ നിന്ന് വിഷദ്രാവകങ്ങൾ, വായുകൾ പുറത്തു വരും, വിഷദ്രാവകം പുറത്തു വരും. അതോടുകൂടെ ഒരു ലോകം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസും കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കൂടി ചേർന്നുകൊണ്ട് കൊല്ലം പോർട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇന്ന് മാർച്ച് നടത്തുകയാണ്. അപ്പോൾ തുടർ സമരങ്ങൾ എങ്ങനെയാണ്? ഇനിയിപ്പോ മത്സ്യമേഖലയിൽ, അതായത് തീരമേഖലയിൽ ഹർത്താൽ ഉൾപ്പെടെ ആസൂത്രണം ചെയ്യുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിൽ മത്സ്യത്തൊഴിലാളി സംഘടനകളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഉള്ളതുപോലെ CPM-ന് CATU ഉണ്ട്, CPI-ക്ക് AITUC ഉണ്ട്, മുസ്ലിം ലീഗിന് STU ഉണ്ട്, RSPക്ക് UTUC ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. സ്വതന്ത്ര സംഘടനകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രൂപതകളുടെയും ചർച്ചകളുടെയും കീഴിലുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള സമരമുണ്ട്. സംഘടനകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സമരമുണ്ട്. ഒറ്റയ്ക്കൊരു സമരമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഇപ്പോൾ ഇന്ന് നടത്തുന്നതും 15-ാം തീയതി ആലപ്പുഴ നടത്താനും വേണ്ടി പോകുന്ന വലിയ സമര പ്രഖ്യാപന സമ്മേളനം KC വേണുഗോപാൽ അത് ഉദ്ഘാടനം ചെയ്യും. ഇതുകൂടാതെ 17-ാം തീയതി കൊല്ലത്ത് വെച്ച് എല്ലാവരും കൂടി ചേർന്നുള്ള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ വലിയ സമര പ്രഖ്യാപന സമ്മേളനമുണ്ട്. 27-ാം തീയതിയാണ് ഇത് ടെൻഡർ ഓപ്പൺ ചെയ്ത ദിവസം. അന്ന് കേരളത്തിൽ മത്സ്യമേഖല ഹർത്താൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മത്സ്യത്തൊഴിലാളികളും ഹാർബർ തൊഴിലാളികളും അതേപോലെ തന്നെ മാർക്കറ്റുകൾ, ഈ പാതയോരങ്ങളിൽ മത്സ്യം വിൽക്കുന്നവർ ഉൾപ്പെടെ എല്ലാവരും ഈ ഹർത്താലുമായി സഹകരിക്കണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയം. മത്സ്യം കഴിക്കുന്നവരെ തുടങ്ങി ഉപജീവനം നടത്തി പിടിക്കുന്നവർ തുടങ്ങി വിൽപ്പന നടത്തുന്നവർ തുടങ്ങി ഇതിനകത്ത് സംസ്കരിക്കപ്പെട്ട് ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഉപജീവനം നടത്തുന്ന ആളുകൾ തുടങ്ങി എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരുപക്ഷെ കേരളത്തിലെ 80% ആളുകൾ മത്സ്യം കഴിക്കുന്നവരും മത്സ്യത്തിൻ്റെ ബൈ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരാണ്. അവരെല്ലാവരും ഇത് ബാധിക്കും. അതുകൊണ്ട് 27-ാം തീയതി ഹർത്താൽ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ മാർച്ച് മാസം 12-ാം തീയതി എല്ലാ സംഘടനകളും കൂടി പാർലമെന്റ് മാർച്ച് വെച്ചിരിക്കുകയാണ്. കേരളത്തിലെ തീരദേശ MPമാരെ കൂടി ഞങ്ങൾ ആ പാർലമെന്റ് മാർച്ചിൽ. അതാണ് ഒരു പ്രധാന വിഷയം. ഇത് കേന്ദ്ര സർക്കാർ എടുത്ത ഒരു തീരുമാനമാണ്. അപ്പോൾ ഇതെങ്ങനെ പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണോ UDF-ന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു? കാരണം പാർലമെന്റിൽ നേരത്തെ
മണിപ്പൂർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ MP ആയിരുന്നു, എന്നെയൊക്കെ സസ്പെൻഡ് ചെയ്ത് പുറത്തിരുത്തിയായിരുന്നു. ഞാനടക്കമുള്ള 100 ചില്ലാൻ MP പാർലമെന്റിന് സസ്പെൻഡ് ചെയ്ത് പാർലമെന്റ് ഞങ്ങളൊക്കെ ബഹിഷ്കരിച്ച് മാറി നിന്നിരുന്ന സന്ദർഭത്തിൽ ഒരു ചർച്ചയും ഇല്ലാതെയാണ് ഒരു പിൻവാതിലിലൂടെ കൊണ്ടുവന്നാണ് ഈ നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിക്കൊണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അജണ്ടയുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റ ചങ്ങാതിമാർക്ക് വേണ്ടിയാണത്. ആ ഉറ്റ ചങ്ങാതിമാരെ ലക്ഷ്യം വെച്ചുകൊണ്ട്, കാരണം അവർ ഇത് നിയമം കൊണ്ടുവരുന്ന തൊട്ട് മുമ്പ് തന്നെ അവർ കമ്പനികൾ രജിസ്റ്റർ ചെയ്തു. ആ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞാൽ വേറെ ആർക്കും അവർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവസരം ഉണ്ടായത്. വെൽ പ്ലാൻഡ് ആയിരുന്നു BJP ഗവൺമെന്റ് ഇത് ചെയ്തത്. ഞങ്ങൾ ഒരു കാര്യം സമ്മതിക്കില്ല. ഞങ്ങളുടെ ചങ്കിലൊരു തരി ജീവന്റെ അംശം ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ കൈക്കരുത്തുണ്ടെങ്കിൽ, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യബന്ധന മേഖലയിലെ ഉപജീവനം നടത്തുന്ന ആളുകളുടെ ഈ മനക്കരുത്തും കൈക്കരുത്തും ഉണ്ടെങ്കിൽ ഞങ്ങൾ കാല് കുത്താൻ അനുവദിക്കില്ല. ഈ കോർപ്പറേറ്റ് മുതലാളിമാരെ കടലിൽ നിന്ന് മണ്ണെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞങ്ങളുടെ മൃതശരീരത്തിലൂടെ അല്ലാതെ ഇവർക്ക് വന്ന് ഡ്രഡ്ജ് ചെയ്യാനോടെ പറ്റില്ല, ഉറപ്പാണ്. അത് തന്നെയാണ് ശക്തമായിട്ട് പറയുന്നത്. ഒരു കാരണവശാലും എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ഇത്തരത്തിലൊരു ഖനനവുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. അതിനെതിരെ ഏതറ്റം വരെ പോകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഫിഷറീസ് കോർഡിനേറ്റിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ അറിയിക്കുകയും ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.